അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനശ്ഹദു ബിഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب. സ്നേഹാദരണീയരായ അള്ളാഹുവിൻ്റെ അടിയാറുകൾ, ജീവിതത്തിൻ്റെ സർവ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളോട് ഓരോരുത്തരോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്, എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നിലനിർത്തി നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്തുകൊണ്ട് പരമാവധി സൽക്കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ജൂൺ 19 നമ്മുടെ നാട്ടിൽ ദേശീയ വായനാ ദിനമായി ആചരിക്കുന്ന ഒരു സന്ദർഭമാണിത്. വായന എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പുതിയ കാലത്ത് വായനയെക്കുറിച്ച്, ആ വായന മനുഷ്യരിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അനേകം ശാസ്ത്രീയമായ പഠനങ്ങളെല്ലാം നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യുഎസിലെ എമോറി യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഗവേഷണത്തിലൂടെ കണ്ടെത്തിയത്, വായിക്കുന്ന മനുഷ്യരുടെ തലച്ചോറിലെ വിവിധ സർക്യൂട്ടുകൾ തമ്മിലുള്ള ബന്ധം അത് ശക്തമാക്കുന്നു എന്ന് പറഞ്ഞാൽ വായനയുള്ള ആളുകളുടെ ആശയവിനിമയ ശേഷി അത് വളരെ കൂടുതലായിരിക്കുമെന്ന്. മാത്രവുമല്ല, വായിക്കുന്ന ഒരാളുടെ തലച്ചോറിലെ വിവര കൈമാറ്റ പാതയായ വൈറ്റ് മാറ്ററിൻ്റെ വളർച്ച അത് വേഗത്തിലാക്കുമെന്നെല്ലാം തന്നെ പഠനത്തിൽ കണ്ടെത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ MIT ഗവേഷകർ നടത്തിയ പഠനത്തിൽ നിരന്തരം ഫോൺ സ്ക്രോൾ ചെയ്യുന്നതും പുസ്തകം വായിക്കുന്നതും തലച്ചോറിനെ വ്യത്യസ്ത രീതികളിലാണ് ബാധിക്കുന്നത് എന്ന് കണ്ടെത്തുന്നുണ്ട്.
സോഷ്യൽ മീഡിയയുടെ ഉപയോഗം മനുഷ്യൻ്റെ ശ്രദ്ധാകേന്ദ്രത്തെ ചുരുക്കുമ്പോൾ തുടർച്ചയായ പുസ്തക വായന ഏകാഗ്രത പുനഃസ്ഥാപിക്കാനും ആയത്തിലുള്ള ചിന്താശേഷി നിലനിർത്താനും സഹായിക്കുന്നു എന്ന് ഇത്തരത്തിലുള്ള പുതിയ പഠനങ്ങൾ പറഞ്ഞു വെക്കുന്നു. അതുപോലെ തന്നെ പ്രായമായവരിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നത് പതിവായി വായനയിൽ ഏർപ്പെടുന്നവരിൽ ഓർമ്മക്കുറവ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. UK-യിലെ യൂണിവേഴ്സിറ്റി ഓഫ് സസെക്സ് നടത്തിയ പഠനം പറയുന്നത് മാനസിക സമ്മർദ്ദം കുറക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു കർമ്മം എന്ന് പറയുന്നത് വായനയാണെന്നാണ്. വെറും 6 മിനിറ്റ് പുസ്തകം വായിക്കുന്നതിലൂടെ ശരീരത്തിലെ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാക്കാനും പേശികളുടെ സമ്മർദ്ദം കുറക്കാനും സഹായിക്കുമെന്ന് അവരുടെ പഠനത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ US-ലെ യേൽ യൂണിവേഴ്സിറ്റി 50 വയസ്സിന് മുകളിലുള്ള 3600-ലധികം ആളുകളിൽ 12 വർഷത്തോളം നടത്തിയ പഠനം പറഞ്ഞു വെക്കുന്നത് ആഴ്ചയിൽ 3.5 മണിക്കൂറിലധികം പുസ്തകങ്ങൾ വായിക്കുന്നവർ ഒട്ടും വായിക്കാത്തവരെ അപേക്ഷിച്ച് 2 വർഷം കൂടുതൽ ജീവിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആയുസ് വർദ്ധവിന് കൂടി പുസ്തക വായന കൊണ്ട് കാരണമായി തീരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മറ്റൊരു പഠനം പറയുന്നത് മറ്റുള്ളവരുടെ വികാരങ്ങളും ചിന്തകളും എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള തിയറി ഓഫ് മൈൻഡ്, അത് ആ ഒരു ശേഷി വായനക്കാരിൽ വളരുകയും ഇത് ജീവിതത്തിൽ മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെ പെരുമാറാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. നോക്കൂ, നിങ്ങൾ വ്യത്യസ്തങ്ങളായ ഒരു വായനയിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്ന വ്യത്യസ്തങ്ങളായ നേട്ടങ്ങളെക്കുറിച്ച് പുതിയ കാലത്തെ പഠനങ്ങൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന, നമ്മളുടെ ശ്രദ്ധയും ഏകാഗ്രതയും അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, നമുക്ക് നന്നായിട്ട് ആളുകളോട് കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ, നമ്മളുടെ തലച്ചോറിലുള്ള കമ്മ്യൂണിക്കേഷൻ നല്ല വേഗത്തിൽ നടക്കണമെങ്കിൽ, ന്യൂറോണുകളെല്ലാം ആ രൂപത്തിലുള്ള, അതേപോലെ തന്നെ മാനസിക സമ്മർദ്ദം കുറക്കാൻ, ആയുസ് വർദ്ധിപ്പിക്കാൻ, മറ്റുള്ളവരോട് സഹാനുഭൂതി നിലനിർത്താൻ എല്ലാം തന്നെ വായന കൊണ്ട് സാധ്യമാവുമെന്നുള്ളതാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നേട്ടങ്ങൾ വായനയിലൂടെ സാധ്യമാവും. ഇവിടെ വിശ്വാസികൾ എന്ന നിലയിൽ നാം ചിന്തിക്കേണ്ടത് വായനയുമായി വിശ്വാസിക്ക് ഉണ്ടാവേണ്ട ബന്ധം എന്താണ് എന്നുള്ളതാണ്. ഇത്രമാത്രം ഗുണങ്ങൾ മനുഷ്യർക്ക് നേടിക്കൊടുക്കുന്ന ആ ഒരു വായനയെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായി എല്ലാ സമയത്തും നിലനിർത്തുന്നതിനാവശ്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും പ്രേരണകളുമാണ് യഥാർത്ഥത്തിൽ മതം മുന്നോട്ട് വെക്കുന്നത്. എത്രമാത്രം പ്രാധാന്യവും ശ്രേഷ്ഠതയുമാണ് വായനക്ക് ഇസ്ലാമിൽ നൽകപ്പെട്ടിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ മനുഷ്യ സമൂഹത്തിന് മാർഗദർശനമായി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ പ്രഥമ വചനം മുന്നോട്ട് വെക്കുന്ന ആശയം തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക എന്നാണ്. ഒരു സമൂഹത്തിന് ആദ്യമായി ഇറങ്ങുന്ന, ഒരു സമൂഹത്തിന്റെ ജീവിതത്തിന് വെളിച്ചം പകരുന്ന, അവന്റെ ജീവിതത്തിന് വിജയം പ്രദാനം ചെയ്യുന്ന ഒരാശയം, ഒരു വേദഗ്രന്ഥം ഇറക്കപ്പെടുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രഥമമായി സൂചിപ്പിക്കപ്പെടുന്ന വചനം എന്ന് പറയുന്നത് വായന കൊണ്ട് തുടങ്ങണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ജനതയുടെ സംസ്കാരവും വളർച്ചയും ആരംഭിക്കേണ്ടത് വായനയിലൂടെയും വിജ്ഞാന സമ്പാദത്തിലൂടെയും ആവണമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇവിടെ ഖുർആൻ നടത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ വായനയുമായി എങ്ങനെ ചേർന്നു നിൽക്കുന്നുണ്ട് എന്നൊരാലോചനയുണ്ടാവണം.
ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അല്ലേ? ആ വായന കേവലമായ ഒരു വായനയല്ല, മറിച്ച് ആ വായനയ്ക്കൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. വെറുതെ വായിക്കുക എന്നതിനപ്പുറം വായനക്ക് ഒരു കൃത്യമായ ദിശാബോധം ഖുർആൻ നൽകുന്നുണ്ട്. നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറയുമ്പോൾ വായനയിലൂടെ നേടുന്ന അറിവ് സൃഷ്ടാവിനെ തിരിച്ചറിയുന്നതിനും മനുഷ്യന്റെ നന്മക്കും വേണ്ടിയായിരിക്കണമെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു തലത്തിൽ വായിക്കേണ്ട ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ എവിടെ എന്നുള്ള ഒരാലോചന നമ്മൾ നടത്തണം. എൻ്റെയും നിങ്ങളുടെയും വീടകങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മളെല്ലാവരും തന്നെ ഇന്ന് സോഷ്യൽ മീഡിയ യുഗത്തിലേക്ക് മാറിപ്പോകുന്ന ഒരു വല്ലാത്ത കാഴ്ചയിലാണുള്ളത്. ആ സോഷ്യൽ മീഡിയ നമ്മൾക്ക് ഏൽപ്പിക്കുന്ന പരിക്കുകൾ, നമ്മളുടെ ശാരീരികമായ രംഗത്ത് ഉണ്ടാക്കുന്ന പരിക്കുകൾ, അതുപോലെ തന്നെ സാമൂഹികമായ ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന പരിക്കുകളെല്ലാം നമുക്കറിയാം. മറിച്ച് അവിടെയെല്ലാം തന്നെ തിരിച്ചു കൊണ്ടുവരപ്പെടേണ്ട ഒന്ന് നമ്മുടെ ഇടങ്ങളിൽ വായനയുടെ ഒരു സംസ്കാരം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ ചെറിയ കുട്ടികളിൽ പോലും ആ വായനാ സംസ്കാരം വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടാകണം. അത് വിശുദ്ധ ഖുർആനിന്റെ ഈ പറഞ്ഞ അർത്ഥത്തിൽ സൃഷ്ടാവിനെ അറിഞ്ഞുകൊണ്ടുള്ള വായനയായിരിക്കണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിന്റെ 38-ാം അധ്യായം സൂറത്തു സ്വാദിന്റെ 29-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതിക്കേൾപ്പിച്ചിട്ടുള്ളത്, ആമുഖമായി ഓതിക്കേൾപ്പിച്ചിട്ടുള്ളത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമത്രേ ഇത് എന്നുള്ളതാണ്. നമ്മൾ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ കുറിച്ച് എണ്ണാറുണ്ട്, അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ അനുഗ്രഹമാണ് ഖുർആൻ എന്ന ഒരു തിരിച്ചറിവോടുകൂടി ഖുർആനിനെ നമ്മൾ സമീപിക്കാറുണ്ടോ എന്നുള്ള ഒരാലോചനയുണ്ടാവണം. ആ ഖുർആൻ പഠിക്കാൻ, വായിക്കാൻ നമ്മൾ തയ്യാറാവാറുണ്ടോ? ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഇതിലെ ദൃഷ്ടാന്തങ്ങളെ പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നതിനും ബുദ്ധിമാന്മാർ ഉത്ബുദ്ധരാകേണ്ടതിനും വേണ്ടിയിട്ടാണ് ഈ അനുഗ്രഹീതമായ ഖുർആൻ നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ആലോചിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ വായനയെങ്കിലും നമ്മൾ തുടങ്ങി വെക്കണം. ആ ഖുർആനിന്റെ വായന എന്ന് പറയുന്നത് ഏത് രൂപത്തിലാവണമെന്നുള്ളതാണ്. പ്രപഞ്ചനാഥന്റെ വിഭവസമൃദ്ധമായ മനുഷ്യർക്കായി ഒരുക്കിയിരിക്കുന്ന ആ ഒരു വിശുദ്ധ ഖുർആൻ അതിമനോഹരമായ ഭാഷയിലും അനിതര സാധാരണമായ ശൈലിയിലുമാണ് അതിലെ വിജ്ഞാനങ്ങൾ അടുക്കി വച്ചിരിക്കുന്നത്. അതിൻ്റെ ഹൃദ്യത നമുക്ക് അനുഭവിക്കണമെങ്കിൽ അകക്കാമ്പ് തൊട്ടറിഞ്ഞ വായന തന്നെ വേണമെന്നുള്ളതാണ്. അതിലെ ആശയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലുന്ന ആലോചനകൾ ഉണ്ടാവണമെന്നുള്ളതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഖുർആനിനെ വായിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ഖുർആൻ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫല യതദബ്ബറൂനൽ ഖുർആൻ. അപ്പോൾ അവർ ഖുർആനിനെ പറ്റി ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ എന്നുള്ളത്. ആ ഖുർആനിൽ പറഞ്ഞ ആശയങ്ങളെ കുറിച്ച് ഒരു ഖുർആൻ വായിക്കുന്ന ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ, ഓരോരുത്തരും നമ്മൾ വ്യത്യസ്തങ്ങളായ അറിവുകൾ തേടാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശൈലികൾ സ്വീകരിക്കുന്നവരല്ല. നമ്മളുടെ ഓരോരുത്തരുടെയും രീതികളും ശൈലികളും എല്ലാം വ്യത്യസ്തമാണ്, നമ്മളുടെ താല്പര്യങ്ങളും വ്യത്യസ്തമാണ്. പക്ഷേ ആ താല്പര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നുണ്ട്. പക്ഷേ അത്തരം ഒരു വായനയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്നിട്ട് ഖുർആൻ ചോദിച്ചത് അം അലാ ഖുലൂബിൻ അക്ഫാലുഹ, അതല്ല അവരുടെ ഹൃദയങ്ങളിൽ പൂട്ടുകൾ ഇട്ടിരിക്കുകയാണോ എന്ന ആ ഖുർആനിന്റെ ചോദ്യത്തെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഖുർആൻ വിജ്ഞാനങ്ങളുടെ ആയവും പരപ്പും തൊട്ടറിഞ്ഞ വായനയും ചിന്തയും നമുക്ക് അന്യമാവാൻ പാടില്ല. കാരണം അത് മനുഷ്യബുദ്ധിയോടും മനസ്സിനോടും ഒരേ സമയം സംവദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിലെ വിജ്ഞാനങ്ങളാവട്ടെ വികാസക്ഷമതയുള്ളതും ജീവിതബന്ധിയുമാണ്.
അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത വഴികളിൽ വെളിച്ചമായി വഴികാട്ടിയായി നിലകൊള്ളുന്ന വിശുദ്ധ ഖുർആനിന്റെ ഉള്ളറിഞ്ഞ വായന നിലനിർത്തി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വായനാ ദിനങ്ങളിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലേ? നമ്മളുടെ ലോകം എന്ന് പറയുന്നത് കാഴ്ചയുടെ ലോകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നിന്ന് മാറിയിട്ട് മികച്ച വായനയുടെ പുതിയ രീതികളും ശൈലികളുമെല്ലാം തന്നെ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന്. നമ്മളുടെ വായന അത് മനസ്സിനെ സ്പർശിക്കാത്ത, ചിന്തയെ തൊട്ടുണർത്താത്ത, കാഴ്ചപ്പാടിനെ തിരുത്തലിന് വിധേയമാകാത്ത നിരർത്ഥകമായ ഒരു വേദവായനയായി മാറരുത് എന്നാണ്. കേവലം അക്ഷരവായനയായി മാറാതെ ആശയങ്ങളുടെ, ചിന്തകളുടെ വഴികളിലൂടെ ഖുർആനിനെ മനസ്സിലാക്കുന്ന വായനക്കാരായി നാം മാറുകയും ആ വായന നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വ്യത്യസ്തങ്ങളായ തലങ്ങളിലുള്ള അറിവുകൾ പ്രാധാന്യം ചെയ്യുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമ്മളുടെ പൂർവികരായ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുള്ള ഒരുപാട് ചരിത്ര അതുപോലെ തന്നെ ശാസ്ത്ര ഗവേഷണ ഗ്രന്ഥങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വായനയുടെ ഒരു സംസ്കാരത്തിലേക്ക് ചെറിയ രീതിയിലെങ്കിലും അല്ലെ, ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും ഏതെങ്കിലും ഒന്ന് വായിക്കുന്ന, ഖുർആനിന്റെ ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന, അതോടൊപ്പം തന്നെ തുടർ വായനകളിൽ ഏർപ്പെടുന്ന വിശ്വാസികളാവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യുസിക്കും സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഹിജ്റ വർഷത്തിലേക്ക് പ്രവേശിച്ച ഒരു സന്ദർഭമാണ്. ഹിജ്റ നമ്മുടെ മുമ്പിൽ വലിയ പാഠങ്ങളാണ് പകർന്നു നൽകുന്നത്. ഒരാദർശത്തെ സംരക്ഷിക്കാൻ വേണ്ടി ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും മാറ്റി നിർത്തിയിട്ട് ഇറങ്ങിപ്പോവാൻ തിരിച്ച ആ സ്വഹാബത്തിന്റെ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. ഹിജ്റയിലെ മുഹറമാസം എന്ന് പറയുന്നത്, ആ മുഹറമാസത്തിലാണ് ഹിജ്റക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതും സ്വഹാബികൾ ഹിജ്റക്ക് പോയി തുടങ്ങിയതും. എവിടെ നിന്നാണ് പോകുന്നത്? സ്വന്തം, തൻ്റെ ജീവിതത്തിൽ സ്വന്തമെന്ന് കരുതുന്ന എന്തെല്ലാം ഉണ്ടോ അതുള്ള ഒരു നാട്ടിൽ നിന്ന് അതെല്ലാം ഉപേക്ഷിക്കുകയാണ്. എല്ലാം ഭൗതികമായ സാഹചര്യങ്ങൾ, കച്ചവടമാവാം, താമസ പാർപ്പിടമാവാം, മറ്റു വരുമാന മാർഗങ്ങളാവാം, അതുപോലെ തന്നെ കുടുംബം, അങ്ങനെയുള്ള എല്ലാം ത്യജിക്കാൻ തയ്യാറായ ഒരു വിഭാഗം ആളുകൾ ഒരാദർശ പോരാട്ടത്തിന്റെ വഴിയിൽ ഏകദൈവ വിശ്വാസം ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ ആ ഒരു അർത്ഥത്തിലുള്ള ഒരു ഹിജ്റയുണ്ടാവണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടി തയ്യാറായ ആളുകളുടെ ഒരു ചരിത്രമാണ് ഹിജ്റയെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ചരിത്രങ്ങൾ നമ്മളുടെ വായനയുടെ ഭാഗമായിട്ട് എപ്പോഴും ഉണ്ടാകും. ആ വായനകളിൽ നിന്നാണ് നമ്മളുടെ ഇന്നിൻ്റെ പ്രതിസന്ധികളെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പലപ്പോഴും ആശങ്കയിലാണല്ലോ അല്ലേ? എല്ലാവരും ഈ ഒരു ഉമ്മത്തിന് നേരെയാണ്, നമ്മളുടെ ശത്രുക്കളാണെന്നെല്ലാം പറയുന്നവരാണ്. അവിടെയെല്ലാം തന്നെ ഈ പ്രതിസന്ധികളെ അതിജയിക്കാൻ നമുക്ക് കരുത്തു നൽകുന്ന ചരിത്രമാണ് ഇത്തരത്തിലുള്ള ഹിജ്റയുടെ ചരിത്രങ്ങളെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് പുതുകാലത്ത് ഹിജ്റ എന്ത് എന്ന് നമ്മൾ പഠിക്കുക. മദീനയിലേക്കുള്ളൊരു പലായനം എന്നുള്ളതിനപ്പുറത്ത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ നടത്തേണ്ട ഹിജ്റ എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. തിന്മകൾ നിറയുന്ന ഒരു സാഹചര്യത്തിൽ
ആ തിന്മകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക എന്ന് പറയുന്നത് അല്ലേ, എന്നിട്ട് നന്മയുടെ പക്ഷം ചേർന്ന് സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഹിജ്റയുടെ ഭാഗം. എല്ലാവരും അങ്ങനെയാണ്, ഞാനും അങ്ങനെയാവണം എന്നല്ല. എല്ലാവരും അങ്ങനെയാണ്, പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്കൊരു ആദർശമുണ്ട്, എനിക്കൊരു പരലോകമുണ്ട്, അവിടെ ഒരു സ്വർഗവും നരകവുമുണ്ട് എന്ന തിരിച്ചറിവിൽ നന്മയുടെ പക്ഷം ചേർന്ന് നടക്കാനുള്ള പ്രേരണയാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഹിജ്റയുടെ ആശയങ്ങൾ നമ്മളുടെ നിത്യജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണമെന്നാണ് ആദ്യമായി ഈ ഒരു വിഷയത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. രണ്ടാമത്തേത്, മുഹറ മാസം എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പവിത്രമായ ഒരു മാസമാണ്. ചില ശ്രേഷ്ഠതകളെല്ലാം തന്നെ ആ മാസങ്ങൾക്കുണ്ട്. മഹാനായ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ ജൂതരായ ആളുകൾ മുഹറം 10 നോമ്പെടുത്തിരിക്കുന്നു. പ്രവാചകൻ അവരോട് കാര്യം അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാമും സംഘവും ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസമാണിത്, അതുകൊണ്ട് ആ ദിവസത്തെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ നോമ്പെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് ആ നോമ്പിന് അല്ലേ, നിങ്ങളെക്കാൾ മൂസാ അലൈഹിസ്സലാമിനോട് ചേർന്ന് നിൽക്കുന്ന ആൾ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് മുഹറം 10 നോമ്പെടുത്തു എന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അല്ലേ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9 ഞാൻ എന്ത് ചെയ്യും, നോമ്പെടുക്കും എന്ന് പറഞ്ഞു. അപ്പം മുഹറം 9ഉം 10ഉം ഇസ്ലാമിലെ വളരെ പുണ്യമുള്ള 2 ദിവസങ്ങളിലെ 2 നോമ്പുകളാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ഷഹറുല്ലാഹിൽ മുഹറം എന്ന് അല്ലേ, റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു നോമ്പെന്ന് പറയുന്നത് മുഹറം മാസത്തിലെ നോമ്പാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഹറം 9, 10 ദിനങ്ങളിൽ അത്തരത്തിൽ ആ പ്രവാചകന്റെ അല്ലേ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞത് ഒരു അശൂറാന്റെ നോമ്പ് കൊണ്ട് ആ ഒരു നോമ്പ് കൊണ്ട് 1 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന രൂപത്തിലെല്ലാം പ്രവാചകൻ സംസാരിച്ചതായിട്ട് ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് അതിൻ്റെ ആ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മുഹറം 9, 10 ദിനങ്ങളിൽ നോമ്പെടുക്കാൻ വേണ്ടിയും നമ്മൾ ശ്രദ്ധിക്കുക. ഒപ്പം സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് നമ്മുടെ നാട്ടിൽ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുഹറായിട്ടുണ്ട്. മുഹറത്തിൻ്റെ ആദ്യ ദിനങ്ങൾ അത് നഹസിൻ്റെ അഥവാ ശകുനം അല്ലേ ത്തിൻ്റെ ദിനങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പുണ്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന അർത്ഥത്തിലുള്ള ചില വിശ്വാസങ്ങൾ. യഥാർത്ഥത്തിൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഷിയാ വിശ്വാസവുമായി കൂടിക്കലർന്നതാണെന്ന് മനസ്സിലാക്കാനും അത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും നമ്മൾ തയ്യാറാവണം. മുഹറത്തിൻ്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ നന്മകൾ സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും തന്നെ തയ്യാറാവുക. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കുറച്ച് പ്രാർത്ഥനകൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട, നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞ് സ്ട്രോക്ക് വന്ന് ആശുപത്രിയിൽ ICUവിൽ കിടക്കുന്ന സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സ്ഥിതിയിൽ വലിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവരുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാർത്ഥന നടത്തുമ്പോഴെല്ലാം തന്നെ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുകൂടി പ്രത്യേകം എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ആ സഹോദരന് പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊന്ന്, നന്ദിയിലുള്ള നമ്മളുമായി ബന്ധപ്പെട്ട ഒരു പ്രായാധിക്യത്താൽ വ്യത്യസ്തങ്ങളായ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന ഒരു സഹോദരനും വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരനും പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ, പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊന്ന്, 2-3 മരണങ്ങൾ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട കല്ലറക്കൽ മുഹമ്മദ് എന്ന് പറയുന്ന കൊല്ലത്തുള്ള സഹോദരൻ, നമുക്കറിയാം ഇസ്ലാഹി ആദർശ പ്രസ്ഥാന രംഗവുമായി ഏറെ ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തിച്ച ഒരു സഹോദരൻ. ദീർഘകാലമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മളോട് വിട പറഞ്ഞു. അതുപോലെ തന്നെ സൗദിയിൽ വാഹനം കത്തി മരണപ്പെട്ട മറ്റൊരു സഹോദരൻ,
അതുപോലെ തന്നെ ഇന്ന് കൊല്ലത്ത് മരണപ്പെട്ട NK സിദ്ദീഖ് എന്ന് പറയുന്ന സഹോദരൻ, അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ എല്ലാം പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവർക്കെല്ലാം അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ നാഥ. ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിലുണ്ട്, ഞങ്ങളുടെ വീടകങ്ങളിലുണ്ട്, ആശുപത്രി കിടക്കകളിലുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ശിഫ പ്രദാനം ചെയ്യണമേ നാഥ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ബാപ്പ ഉമ്മമാർ, വല്യപ്പമാർ, വല്യമ്മമാർ, അല്ലാഹുവേ, അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണമേ നാഥ. അവർക്കെല്ലാം നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ നാഥ. റഹ്മാനെ, ജീവിതത്തിൽ വിശുദ്ധ ഖുർആനിനോട് ഏറെ ബന്ധം പുലർത്താനും ഖുർആൻ വായിക്കുന്ന, ഖുർആനിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്ന വിശ്വാസികളാവാനും നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ നാഥ. റഹ്മാനെ, മുഹറത്തിലെ ഏറെ പവിത്രമായ ദിനങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾ നിർവഹിക്കുന്ന വിശ്വാസികളാവാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ നാഥ. ഞങ്ങളുടെ ഭാവി തലമുറ അവർ പുതിയ കോഴ്സുകളും പുതിയ ക്യാമ്പസുകളുമെല്ലാം തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമാണ്. അള്ളാഹുവെ, അവരുടെ ജീവിതത്തിൽ നീ ഖൈർ പ്രദാനം ചെയ്യണമേ നാഥ. ഇസ്ലാമിക ആദർശവും സംസ്കാരവും കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ സംസ്കാരം നേടിയെടുക്കാൻ അവർക്ക് നീ തൗഫീക്ക് നൽകണമേ നാഥ. റഹ്മാനെ, ലോകത്ത് സമാധാനത്തിൻ്റെ അന്തരീക്ഷങ്ങളിലേക്ക് പശ്ചിമേഷ്യ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലാഹുവേ, ആ സമാധാനം നീ നിലനിർത്തണമേ നാഥ. ആ ശാന്തത നീ നിലനിർത്തണമേ നാഥ. റഹ്മാനെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക ശത്രുക്കളാൽ പ്രയാസപ്പെടുന്ന വിശ്വാസികളായ ആളുകളുണ്ട്. അല്ലാഹുവേ, ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണമേ നാഥ. അവരുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണമേ നാഥ. അവരുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണമേ നാഥ. കച്ചവട രംഗത്തും ജീവിത വരുമാന മാർഗങ്ങളിലും പ്രയാസങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങളുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടങ്ങളിലും ഞങ്ങളുടെ ജീവിത വരുമാന മാർഗങ്ങളിലും നീ നന്മയും അതുപോലെ തന്നെ ബർക്കത്തും പ്രദാനം ചെയ്യണമേ നാഥ. നന്മയും ബർക്കത്തും പ്രദാനം ചെയ്യണമേ നാഥ. നന്മയും ബർക്കത്തും പ്രദാനം ചെയ്യണമേ നാഥ. വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഞങ്ങൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിലുണ്ട്. അവരുടെ ആവശ്യങ്ങൾ, കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്നവർ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, വീടില്ലാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്നവർ, അങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ, അല്ലാഹുവേ, അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണമേ നാഥ. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണമേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയ്ൻ വജ്അൽനാ للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.